അനീഷ് ഏട്ടൻ അനുവിന് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്, വിവാഹാലോചന നടത്തിയിരിക്കുകയാണ്. എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അനുമോള് പറയാണ്, ചേട്ടനെ ആദ്യം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ, പക്ഷെ ഇപ്പോൾ ചേട്ടനെ കുറച്ചും കൂടി അടുത്തറിഞ്ഞു. ഇപ്പോൾ ചേട്ടന് ഒരുപാട് വ്യത്യാസമുണ്ട്, പഴയ ക്യാരക്ടറിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട്, ഓക്കെയാണ്, നല്ല അഭിപ്രായമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അനീഷ്. അപ്പോൾ അനുമോൾ അതിന് ഞെട്ടുന്നുണ്ട്. എന്തു മറുപടിയാണ് പറയുന്നതെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ച് പൊതുജനങ്ങൾ എന്താണ് പറയുന്നത്, അനുമോളും അനീഷും തമ്മിൽ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ പ്രണയത്തിലാവുകയോ ചെയ്യുന്നതിനെ കുറിച്ചും അനുമോളോട് അനീഷ് ഇങ്ങനെ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തിയതിനെ കുറിച്ചും ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് നോക്കാം. ചിലര് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുവിനേക്കാളും നാണം ഞങ്ങൾക്കാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. നാളത്തെ പ്രൊമോയിൽ ഒരു അടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അനീഷേട്ടാ ഇനി എല്ലാം കൂടി അടുത്ത വീക്ക് കത്തിക്കയറും, ഇത് കുറേ പേർക്കൊക്കെ അസൂയ ഉണ്ടാക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും പ്രമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് വരുന്ന കണ്ടന്റ് ആണ് എന്നും കുറച്ച് പേര് പറയുന്നുണ്ട്. അനീഷേട്ട ഇതൊക്കെ ഒരു സ്വപ്നമാണ്, സുപ്രഭാതം അനീഷേട്ട എഴുന്നേൽക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുന്ന ജനങ്ങളും ഉണ്ട്. അനുമോളുടെ PR അനീഷിന്റെ PRനോട് പറയാണ്, ഇനി നമ്മൾ രണ്ടല്ല ഒന്നാണ്. അപ്പൊ ഈ തരത്തിലൊക്കെയുള്ള കമന്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പൊ കുറെ പേര് രസകരമായി ഇതിന് പ്രതികരിച്ചെങ്കിലും ചിലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ കാണിച്ച ഗട്സ് നമുക്ക് സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കാണുമ്പോൾ ഒരേ സമയം സന്തോഷവും അതുപോലെ തന്നെ പേടിയും വരുന്നു. ഈശ്വര ഭഗവാനെ കാത്തോണേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇതിന്റെ വീഡിയോസിൽ വരുന്ന കമന്റ് സെക്ഷനിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒറ്റക്കൊമ്പൻ അനീഷേട്ടൻ അങ്ങനെ ഒരു പ്രണയിതാവായിട്ട് മാറിയിരിക്കുന്നു, അങ്ങനെയും കമന്റുകളുണ്ട്. അപ്പൊ ചുമ്മാ വായി നോക്കി ഒലിപ്പിച്ച് നടക്കാതെ നേരിട്ട് പോയി ചോദിച്ചല്ലോ എന്നുള്ളൊരു കാര്യമാണ്, അതെനിക്ക് ഇഷ്ടമായി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇവര് തമ്മിലുള്ള ഒരു കോംബോ, ഇനി എന്ത് എക്സ്പ്രഷൻ ആയാലും എന്ത് ഇമോഷൻസ് ആണ് ഇവർക്കിടയിൽ വർക്കൗട്ട് ആയാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടാളും ജെനുവിൻ ആണെന്നും കുറച്ചുപേര് പറയുന്നുണ്ട്. അനുമോള് പ്രപ്പോസൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അനീഷ് എന്ന കോമണറുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ് ആയിരിക്കും ഇത്. എപ്പോഴും ഓർക്കാൻ പറ്റുന്ന, ഇത്രയും പ്രേക്ഷകർ കാണുന്ന മലയാളത്തിന്റെ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോയുടെ വരാന്തയിൽ വെച്ച് ഒരു പ്രപ്പോസൽ. അപ്പോൾ ഇങ്ങനെ മനോഹരമായ കമന്റുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നമുക്ക് കാണാൻ കഴിയുന്നത്. അയാളൊരു നിഷ്കളങ്കനാണ്, അതാണ് മനസ്സിലുള്ളത് പുറത്തു വന്നത്. പിന്നീട് ഒരു നഷ്ടബോധം വേണ്ടല്ലോ, അങ്ങനെയും ചിലർ പറയുന്നുണ്ട്. അപ്പൊ സാബുമാന്റെ വെർഷനിൽ കുറെ പേര് ചിന്തിക്കുന്നുണ്ട്, അപ്പൊ ഇനി കപ്പ് എനിക്ക് തന്നെ എന്നൊരു രീതിയിൽ സാബുമാൻ ചിന്തിക്കുന്നതായിട്ടും കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഒരു കോംബോ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അറിയാം നമുക്ക്. നിങ്ങൾ ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണെന്നും നമുക്കറിയാം, എന്നാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്ന കൂട്ടരുണ്ട്. ചിലപ്പോൾ അനീഷേട്ടന് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തതായിരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില കുബുത്തിക്കാരും കമന്റ് സെക്ഷനിലുണ്ട് കേട്ടോ. ഇത് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് അധികം ക്യൂട്ടായിട്ടുള്ള കോംബോ കണ്ടന്റ് കാണാമായിരുന്നു. ഇത്രയും നാൾ കുറേ അടി കണ്ടു മടുത്തു, എന്തായാലും ഇവരൊന്നിച്ചിരിക്കട്ടെ, ഞങ്ങൾക്കത് കാണാൻ ഇഷ്ടമാണ് എന്ന് പറയുന്ന കുറെ പേരും ഉണ്ട് കേട്ടോ. റേറ്റിംഗ് കൂട്ടാനുള്ള ഏഷ്യാനെറ്റിന്റെ അടുത്ത പരിപാടിയാണ് ഇത്, ഈ ഒരു പ്രമോ എന്ന് പറയുന്നത്. ഇനി ഒരാഴ്ച കൂടിയ അനുമോളിനെ അനീഷിനെയൊക്കെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും ഈ പ്രമോ കണ്ട് ഒന്നും ഉറപ്പിക്കേണ്ട എന്ന് ജാഗ്രതയോടുകൂടി സംസാരിക്കുന്ന ആൾക്കാരും കമന്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയാടാ ഈ കൊച്ചു ബിഗ് ബോസിൽ നടക്കുന്നത്? ഇത് നമ്മൾ ഫാൻസിനെ തമ്മിൽ അടുപ്പിക്കാനാണോ? ആരും വോട്ട് സ്പ്ലിറ്റ് ഒന്നും ആക്കരുതേ. അനുമോൾ ഫാൻസ് അനുമോൾക്കും, അനീഷ് ഫാൻസ് അനീഷിന് മാത്രം വോട്ട് ചെയ്താൽ മതി. അനീഷ് ഏട്ടൻ സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ ഇത് കണ്ടിട്ട്. അനീഷിനും അനുവിനും ഒക്കെ നാണം വരുന്നുണ്ട്. TRP കൊടുക്കുന്ന രണ്ടുപേര്, അവരുടെ പ്രണയവും ഒരു അഴകുണ്ട് കാണാൻ. റിയൽ ആയാലും വെറുതെ കണ്ടന്റിന് വേണ്ടി ആയാലും കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നു. ഇങ്ങനെയാണ് ഒരുപാട് പേരുടെ കമന്റ് നീളുന്നത്. ഇത് തന്നെയായിരിക്കുമല്ലോ നമുക്കും തോന്നുന്നത് അല്ലേ? ഇതിൽ നിന്ന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമന്റ് ഞാൻ അടുത്ത വീഡിയോയിൽ വായിക്കാം.